ഹായ് ഫ്രണ്ട്സ്, പച്ചപ്പാണൻ്റെ സന്തോഷം എന്ന ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. പച്ചപ്പാണൻ്റെ സന്തോഷം ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഒരു ചെറിയ യാത്രയിലേക്കാണ്. എന്താണ് യാത്ര? യാത്രകളാണല്ലോ നമ്മുടെ ജീവിതമെന്ന് തന്നെ പറയുന്നത്. എന്നാൽ ജീവിതം എപ്പോഴും ഒരു കുറ്റിയെ കെട്ടിയ കാള പോലെ വട്ടം കറങ്ങിക്കൊണ്ടിരുന്നിട്ട് യാതൊരു കാര്യവുമില്ല. കുറ്റിയിൽ നിന്ന് കാളയെ കെട്ടഴിച്ചു വിടുമ്പോഴാണ് കാളയ്ക്ക് യഥേഷ്ടം യാത്ര ചെയ്യാൻ കഴിയുക. അപ്പോൾ വിശദമായ കാഴ്ചകളും യാത്രകളുമായി നമ്മൾ വെറുതെ ഒരു യാത്ര. നമ്മൾ വ്യത്യസ്ത വാഹനങ്ങളെ ആശ്രയിക്കുന്നുണ്ട് യാത്രയ്ക്ക്. സ്വന്തം വാഹനം, വലിയ മയിൽ വാഹനം എന്ന് വേണ്ട എല്ലാ തരം വാഹനങ്ങളിലും നമ്മൾ യാത്ര ചെയ്യാൻ നിർബന്ധിതരാണ്. തന്നെയുമല്ല, അത് വ്യത്യസ്ത അനുഭവവുമാണ്. ഞാനും പങ്കാളിയും ഒരു യാത്ര പോവുകയാണ്. വേറെ എങ്ങോട്ടേക്കുമല്ല, നമ്മുടെ കേരളത്തിൻ്റെ നെല്ലറയായ പാലക്കാട്ടേക്കാണ്. പാലക്കാടൻ കാഴ്ചകൾ നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്താമെന്നുള്ള ലക്ഷ്യമാണ് എൻ്റെ യാത്രയിൽ. പാലക്കാടൻ കാഴ്ചകൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും എന്നുള്ളതാണ് എനിക്കിവിടെ പറയുവാനുള്ളത്. വലിയ തീവണ്ടി, പണ്ടത്തെ പോലെ പുകയുമൊന്നുമില്ലെങ്കിലും നല്ല ഇരമ്പലുണ്ട്. ഞാനും പങ്കാളിയും വിജനമായ ഒരു കമ്പാർട്ട്മെൻറ്റിൽ അങ്ങനെ ഇരിക്കുകയാണ്. പല കാഴ്ചകളും നമ്മളിലേക്ക് മിന്നിമറഞ്ഞ് പുറകോട്ട് ഓടി മറയുന്നുണ്ട്. എന്നാലും പങ്കാളി അവയുടെയൊക്കെ ഫോട്ടോ എടുക്കാനും ശ്രമിക്കുന്നുണ്ട്. ട്രെയിനിൻ്റെ വേഗത കൂടുന്നതനുസരിച്ച് കാഴ്ചകൾക്ക് മങ്ങൽ വരാം. നമ്മൾ പുറമേട്ട് നോക്കിയിരിക്കുമ്പോഴാണ് നമ്മൾ എവിടെയാണ്, നമ്മൾ ആരാണ് എന്ന് മനസ്സിലാകുക. ഈ കാണുന്ന പുൽമേടുകൾക്ക് പോലും നമ്മളോട് പലതും പറയുവാനുണ്ട്. പക്ഷെ നമ്മൾക്ക് തിരക്കാണ്. കാഴ്ചകൾ വ്യത്യസ്തമാണ്. കൃഷിപ്പാടങ്ങൾ, നെൽവയലുകൾ, അതുപോലെ നദീതടങ്ങൾ, പുഴയോരങ്ങൾ, പുഴയുടെ മെല്ലെ ഒഴുക്ക്, കുത്തൊഴുക്ക്, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ കാഴ്ചകളാണ് നമ്മളൊരു തീവണ്ടിയിലിരുന്ന് യാത്ര ചെയ്യുമ്പോൾ ഇത്തരം നമുക്ക് കാണുവാൻ കഴിയൂ. അങ്ങ് വിദൂരത്തേക്ക് അറ്റമില്ലാത്ത പാളത്തിലൂടെ വളഞ്ഞ് പുളഞ്ഞൊഴുകുന്ന ഈ വലിയ തീവണ്ടിക്ക് എന്തുമാത്രം ചരിത്രങ്ങളുണ്ട്. നമ്മളുടെ ജീവിതത്തിന് എത്രമാത്രം ചരിത്രങ്ങളുണ്ട്. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പായുന്ന തിരക്കിൽ ആയിരങ്ങൾ യാത്ര ചെയ്യുന്നു എന്നുള്ളതൊക്കെ തിരിച്ചറിയുമ്പോൾ ഈ വ്യത്യസ്ത കാഴ്ചകൾ അറിയണമെങ്കിൽ യാത്ര ചെയ്തേ പറ്റൂ. കൃഷിപ്പാടങ്ങൾ, ഇവിടെ വസിക്കുന്ന അവരുടെ ജീവിത രീതികൾ, ഇതെല്ലാം കണ്ടറിയുക, കേട്ടറിയുക, തൊട്ടറിയുക എന്നുള്ള കാഴ്ചയാണ്, എന്നുള്ള ലക്ഷ്യമാണ് എൻ്റേത്. അങ്ങനെ പോകുന്ന പോക്കിൽ ആരെയൊക്കെയോ, ചില കുട്ടികളെയൊക്കെ നമ്മൾ പരിചയപ്പെടുന്നു. പുതുമയുള്ള കാഴ്ചകൾ, അവർ വളർന്നു വരുന്ന സാഹചര്യം, അവരുടെ കാഴ്ചപ്പാട്, അവരുടെ ലക്ഷ്യങ്ങൾ, അവരുടെ ആഗ്രഹങ്ങൾ ഒക്കെ നമ്മൾ പങ്കുവച്ച് പോവുകയാണ്. ഇദ്ദേഹം മുഹ്സിന, യാത്രക്കിടയിൽ പരിചയപ്പെട്ട ഒരു കുട്ടി. അങ്ങനെ നമ്മൾ വ്യത്യസ്ത സ്ഥലത്ത്, അതായത് പാലക്കാട്ട് വന്നിറങ്ങി യാത്രകൾക്ക് തുടക്കം കുറിച്ച് ഒരു റെസ്റ്റിന് വേണ്ടി പാലക്കാടൻ റെയിൽവേ സ്റ്റേഷനിൽ അങ്ങോട്ട് നടക്കുകയാണ്. അവിടെ നിന്ന് ഞങ്ങൾ ആ കാഴ്ചകളെക്കുറിച്ച് ചില വർത്തമാനങ്ങളുമൊക്കെ പറഞ്ഞ് ഞാനും പങ്കാളിയും അടുത്ത സ്ഥലത്തേക്ക് യാത്ര പുറപ്പാടിനുള്ള തയ്യാറെടുപ്പിലാണ്. അവിടെ നിന്നിറങ്ങി ഒരു ഗ്ലാസ് ചൂടുവെള്ളവുമൊക്കെ കഴിച്ച് പാലക്കാടൻ കാഴ്ചകളെ ഒന്ന് കണ്ടറിയാം അല്ലെങ്കിൽ തൊട്ടറിയാം എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടെ പുറത്തിറങ്ങി അടുത്ത ഏത് വാഹനത്തിൽ നമുക്കിനി പോകണമെന്ന് ഗൂഗിൾ നോക്കി സെർച്ച് ചെയ്യുകയാണ് പങ്കാളി. പാലക്കാടൻ റെയിൽവേ സ്റ്റേഷൻ്റെ ഈ മനോഹാരിതയൊക്കെ നമ്മൾ കൊച്ചു കേരളത്തിലാണ് എന്ന് ഓർക്കുമ്പോൾ നമ്മൾ അഭിമാനിക്കുകയാണ്. നമ്മുടെ കേരളം ലോകത്തിൻ്റെ നെറുകയിൽ അങ്ങനെ ഉദിച്ചു നിൽക്കുകയാണല്ലോ. കേരളത്തിൻ്റെ മട്ടും ഭാവവും സംസ്കാരവും ജീവിത രീതിയുമൊക്കെ നമ്മൾ പകർത്താൻ ശ്രമിക്കുകയാണ്. പുതിയ വാഹനം ഒരു ബസ്സാണ്. ഒരുപാട് കാലമായി ബസ്സിൽ യാത്ര ചെയ്തിട്ട് അങ്ങനെ ഒരു പ്രൈവറ്റ് ബസ്സിൽ ഒരു മഹാനഗരത്തിൻ്റെ മധ്യാഹ്നത്തിലേക്ക് അല്ലെങ്കിൽ മധ്യത്തിലേക്ക് ഞങ്ങൾ വന്നിറങ്ങി. അടുത്ത് കണ്ട ഒരു ഉദ്യാനത്തിൽ ചെറുതായി ഒന്ന് വിശ്രമിക്കാൻ ശ്രമിച്ചു. ആയിരക്കണക്കിന് തുമ്പികളാണ് പാറി പറക്കുന്നത്. അതുപോലെ മോഹവുമായി ഞങ്ങൾ യാത്ര തുടങ്ങിക്കഴിഞ്ഞു. ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് പുതിയ വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.